حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളോടെല്ലാം നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം ഏതാണ് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളായിരിക്കും ഓരോ ആളുകൾക്കും പറയാനുണ്ടാവുക. ചില ആളുകൾക്ക് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയതാണ് താങ്ങാൻ കഴിയാത്ത ദുഃഖമായി മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ ഏതെങ്കിലും ഒരു കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്ന വളരെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരിക്കും മനസ്സിലെ ഏറ്റവും ദുഃഖകരമായ ഓർമ്മ. കച്ചവടം നഷ്ടപ്പെട്ടതോ, മക്കൾ മരണപ്പെട്ടതോ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയതോ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ നമ്മുടെ പേഴ്സണലായ വ്യക്തിപരമായ ദുഃഖത്തെപ്പറ്റി ചോദിച്ചാൽ ഓരോ ആളുകളുടെയും മനസ്സിൽ രൂപം വരുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഏറ്റവും വലിയ ദുഃഖമായി നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തമായിട്ട് നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കേണ്ടത്, അത് നമ്മുടെ സ്വന്തം പ്രശ്നങ്ങളാകരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടതാവരുത് ഒരു വിശ്വാസിനെ സംബന്ധിച്ച്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമേത് എന്ന് ചോദിച്ചാൽ
എൻ്റെ കച്ചവടം പൊളിഞ്ഞ് ഞാൻ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഓർമ്മകളായിരിക്കരുത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമേത് എന്ന് ചോദിച്ചാൽ, ഞാൻ എത്തിപ്പിടിച്ച വലിയ ഉയരങ്ങളിൽ നിന്ന് ഒന്നുമല്ലാതെ താഴേക്ക് ഞാൻ പതിച്ചു വീണ നിമിഷങ്ങൾ ഞാൻ ഓർക്കാൻ പാടില്ല. ആയിരിക്കരുത് ഒന്നാമത്തേത്. ഒന്നാമത്തെ ദുഃഖം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ദുരന്തം എന്ന് പറഞ്ഞാൽ, വിശ്വാസിയെ സംബന്ധിച്ച് അത് വഫാത്തുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്താണ്. ആ വഫാത്തിനേക്കാൾ വലുതാകരുത് എൻ്റെ സ്വന്തം കുട്ടി എൻ്റെ കൈകളിൽ കിടന്ന് പടഞ്ഞു മരിച്ച ഓർമ്മകൾ. എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എൻ്റെ കുട്ടിയുടെ മരണമല്ല, എൻ്റെ റസൂലുള്ളാഹിന്റെ മരണമാണ്. ആ വഫാത്താണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെ ആവണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇമാം ധാരിമി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഇദാ ഉസീബ അഹദുക്കും ബിമുസീബത്തിൻ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു വിപത്ത് ബാധിച്ചാൽ, ഒരു പ്രയാസം, ഒരു ദുരന്തം നിങ്ങൾ ആരെയെങ്കിലും ബാധിച്ചാൽ, ഫൽ യദ്കുർ മുസീബത്തുഹു ബി, അവൻ എന്നിൽ നിന്നുണ്ടായ മുസീബത്തിനെ അവൻ ആലോചിക്കട്ടെ. എന്നിൽ നിന്നുണ്ടായ എന്റെ മരണമാകുന്ന മുസീബത്തിനെ പറ്റി, ആ ദുഃഖത്തെ പറ്റി അവൻ ആലോചിക്കട്ടെ. ഫഇന്നഹാ മിൻ അഅലമിൽ മസായിബ്, തീർച്ചയായിട്ടും അതാണ് മുസീബത്തുകളിലെ ഏറ്റവും വലിയ മുസീബത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ദുഃഖമുണ്ടായി, ഒരു ദുരന്തമുണ്ടായി, സഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ, ക്ഷമിക്കാനും പൊരുത്തപ്പെടാനും നിങ്ങൾക്ക് പറ്റുന്നില്ലേ, എങ്കിൽ ഉടനെ എന്റെ മരണത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കണം. അപ്പൊ നിങ്ങളുടെ ആ ദുഃഖം ചെറുതാകണം. ഇതാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. ചെറുതാവണം. റസൂലുള്ളയുടെ വഫാത്തിനേക്കാൾ വലിയൊരു ദുഃഖം വിശ്വാസിക്കുണ്ടാവരുത്. ഏറ്റവും വലിയ ദുഃഖം ഫഇന്നഹാ മിൻ അഅലമിൽ മസായിബ്, ഏറ്റവും വലിയ മുസീബത്ത് അതാണ്. നമ്മളെ ഇനി അതിനേക്കാൾ വലിയ മുസീബത്ത് ബാധിക്കാനില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ ആലോചിച്ച്, ഇമാം ഇബ്നു മാജ 1599 ഹദീസായിട്ട് രേഖപ്പെടുത്തി. അല്ലാമ അൽബാനി അത് സ്വഹീഹാണെന്ന് ഹുക്ം ചെയ്ത ഹദീസ്. ഫഇന്ന അഹദൻ മിൻ ഉമ്മതി ലൻ യുസാബ ബിമുസീബത്തിൻ ബഅദി, എനിക്ക് ശേഷം എന്നിൽ നിന്നുള്ള അഥവാ എന്റെ മരണമാകുന്ന മുസീബത്തിനേക്കാൾ അശദ്ദു അലൈഹി മുസീബത്തി, എന്റെ മരണമാകുന്ന മുസീബത്തിനേക്കാൾ വലിയ മുസീബത്ത് എന്റെ ഉമ്മത്തിൽ ഒരാളും എനിക്ക് ശേഷം അനുഭവിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയും, അതിനേക്കാൾ വലിയൊരു ദുഃഖം സംഭവിക്കാനില്ല വിശ്വാസിക്ക്. അതിനേക്കാൾ ഒരു വേദന എന്റെ പേഴ്സണൽ ദുഃഖത്തിന് തോന്നിയാൽ ഞാൻ ഈമാൻ അങ്ങോട്ട് ശരിയാകാത്തവനാണ് എന്ന് സ്വയം ഞാൻ തിരിച്ചറിയാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഓർമ്മകൾ ഉണ്ടാക്കുന്ന ദുഃഖത്തെക്കാൾ വലുത് എനിക്ക് എന്റെ പേഴ്സണൽ ദുഃഖം വരികയാണെങ്കിൽ, റസൂലുള്ളാഹിന്റെ വഫാത്തിനെ പറ്റി ആലോചിക്കുമ്പോ എന്റെ ദുഃഖങ്ങൾ അതിന് താഴെയായിട്ടില്ലെങ്കിൽ എന്റെ ഈമാൻ അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇതാണ് ഹദീസ് നമ്മളെ പഠിപ്പിച്ചത്. ആ ദുഃഖത്തെക്കാൾ വലുതൊന്നും ഉണ്ടാവരുത്. അതാണ് വിശ്വാസിനെ ബാധിച്ച ഏറ്റവും വലിയ ദുരന്തം. അതായിരിക്കണം. നമുക്ക് എന്നാണ് അത് ഉണ്ടായത് നമ്മൾ ആലോചിക്കണമല്ലോ. എന്നാണ് ആ ദുരന്തമുണ്ടായത്? ലോകത്തിലെ വിശ്വാസികൾക്ക് താങ്ങാൻ കഴിയാത്ത ആ വലിയ ദുഃഖം എന്നാണ് ഉണ്ടായത്? ഖാല ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയാ, وكانت وفاته يوم الاثنين بلا خلاف من ربيع الأول وكاد يكون إجماعا. എന്നാ അതുണ്ടായത്? وكانت وفاته يوم الاثنين بلا خلاف من ربيع الأول. റബീഉൽ അവ്വൽ മാസത്തിലെ ഒരു തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുണ്ടായത് എന്നതിൽ ഒരു ഖിലാഫുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. വകാദ യകൂനു ഇജ്മാഅൻ, അത് ഒരു ഇജ്മാ പോലെ ആയിട്ടുണ്ട്, ഇജ്മാ ആയി വന്നിട്ടുണ്ട്. മുസ്ലിം ലോകത്ത് ഇജ്മാ ആയ കാര്യമാണ് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നുള്ളത്. ഇനി അത് ഏത് ദിവസത്തിലാ? അതുകൂടി നമ്മൾ ആലോചിക്കണം. ഇനി അത് ഏത് ദിവസത്തിലാ? വൽ മശ്ഹൂർ,
പ്രസിദ്ധമായ അഭിപ്രായം, ഹുവമാ ദഹബ ഇലൈഹിൽ ജുംഹൂർ, ഏറ്റവും അധികം ഉലമാക്കളിൽ നിന്ന് ജുംഹൂറായിട്ട് ഭൂരിപക്ഷാഭിപ്രായമായിട്ട് വന്നിട്ടുള്ളത് മിൻ അന്ന വഫാത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനത്ത് ഫി الثانية عشر من ربيع الأول في العام الحادي عشر للهجري. ഹിജറ എന്നാണ്. ഹിജറ 11ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എന്നത് ജംഹൂറായ അഭിപ്രായമാണ്. ഉലമാക്കളിലെ മഹാഭൂരിപക്ഷം, ചരിത്രകാരന്മാരിലെ മഹാചരിത്രകാരന്മാരുടെ ഭൂരിപക്ഷം രേഖപ്പെടുത്തിയത് അത് റബീഉൽ അവ്വൽ 12-നാണ്. സംശയമുണ്ടോ? അസ്സീറത്തുൻ നബവിയ, ഇബ്നു കസീർ, ഇമാം ഇബ്നു കസീറിന്റെ സീറത്തുൻ നബവി നോക്കുക, നബി ചരിത്രം എന്ന ഗ്രന്ഥം നോക്കുക. പിന്നെയോ ഇബ്നു ഹജറിന്റെ ഫത്ഹുൽ ബാരി നോക്കുക. അതുപോലെ തന്നെ സുഹൈലിയുടെ റൗളത്തുൽ ഉൻഫ് നോക്കുക. അവിടെ ഒക്കെ രേഖപ്പെടുത്തി ഏതാണ് ഭൂരിപക്ഷം ജംഹൂറായിട്ടുള്ള അഭിപ്രായം. ഏതാ ആ ജംഹൂറായ അഭിപ്രായം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ്. റബീഉൽ അവ്വൽ 12-നാണ് അള്ളാഹുവിന്റെ റസൂല് വഫാത്തായത് എന്നതിൽ സംശയമില്ല. ഇന്ന് നിങ്ങൾ ഈ നബിദിനത്തിന്റെ ആഘോഷം സംഘടിപ്പിക്കുന്നവരുടെ ഖുത്ബ നിങ്ങൾ കേൾക്കണം. ഇന്നത്തെ ഖുത്ബ നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് കേട്ട ഖുത്ബ നിങ്ങൾ കേൾക്കണം. ഏതാ ഖുത്ബ? അൽ ഖുത്ബത്തുൽ ഊല മിൻ ശഹ്രി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസത്തിലെ 1ാമത്തെ ഖുത്ബ. യുദ്കറു ഫീഹാ, അതിൽ നമ്മൾ ഓർക്കുന്നു വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, മരണം. നബാത്തിയ ഖുത്ബ ഇപ്പൊ നടക്കുക. ഈ ജില്ലയിൽ വിവിധ പള്ളികളിൽ ഇന്നത്തെ ഖുത്ബയുടെ ഹെഡിങ് എന്താണെന്ന് അറിയുമോ? അൽ ഖുത്ബത്തു സാനിയ, 2ാമത്തെ ഖുത്ബ മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിലെ 2ാമത്തെ ഖുത്ബ. യുദ്കറു, ഓർക്കപ്പെടുന്നു, ഫീഹാ, അതിൽ വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിയുടെ വഫാത്ത്, മരണം ഓർക്കപ്പെടുന്നു. നബാത്തി ഖുത്ബ ഇപ്പോ നമ്മൾ നടക്കുക. നബാത്തി ഖുത്ബ കേട്ടവരുണ്ടാവും. ഈ നുബാത്തി ഖുത്ബ വായിച്ച് കഴിഞ്ഞിട്ടാണ് താഴേക്ക് വന്നിട്ട് ഈ ദിവസത്തെ ആഘോഷത്തിന്റെ, ഈദിന്റെ ദിവസമാക്കി മാറ്റുന്നത്. ഫെസ്റ്റിവലാണ്. ലോകത്ത് ഒരു നേതാവിനോടും അണികൾ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ലോകത്ത് ഏതെങ്കിലും നേതാവ് വഫാത്തായ ഒരു ദിവസം തെരഞ്ഞെടുത്തിട്ട് ആ നേതാവിന്റെ അണികൾ ആഘോഷത്തിന്റെ, ഫെസ്റ്റിവലിന്റെ ദിനരാത്രങ്ങളാക്കി അതിനെ മാറ്റിയിട്ടുണ്ടോ? ലോകത്തൊരാൾക്ക് സംഭവിച്ചിട്ടില്ല. എത്ര കുഫാറുകളായ നേതാക്കന്മാരുണ്ട്. അവരുടെ ഒരു ഈമാനെ പറ്റിയിട്ടൊരു ബോധമില്ലാത്ത അണികളുണ്ട്. ആ അണികൾ പോലും ഇത് ചെയ്തിട്ടില്ല. അദ്ദേഹം വഫാത്തായി എന്നും ഉറപ്പുള്ള ഒരു ദിവസത്തെ തെരഞ്ഞെടുക്കുക, ഇജ്മാ ആയ ഒരു മാസത്തെ തെരഞ്ഞെടുക്കുക, ജുംഹൂറായ ഒരു ദിവസത്തെ തെരഞ്ഞെടുക്കുക. എന്നിട്ട് ആ ദിവസം പാട്ടുപാടുന്നു, ആ ദിവസം ഘോഷയാത്രകൾ സംഘടിപ്പിക്കുന്നു, ആ ദിവസം തെരുവോരങ്ങളിൽ ആഹ്ലാദത്തിമിർപ്പോടെ ആനന്ദത്തിന്റെ ചുവടുകൾ വെക്കുന്നു. ലോകത്തെ ഒരു ഇമാമിനും, ലോകത്തെ ഒരു നേതാവിനും, ലോകത്തെ ഒരു മഹാനും അണികൾ ഇത് സമ്മാനിച്ചിട്ടില്ല. ആലോചിക്കണം. നമ്മൾ ഇതിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കണം. ഇതിനൊക്കെ ന്യായീകരിച്ച് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചത് വേറെ ഏതെങ്കിലും ദിവസം അവർക്ക് തെരഞ്ഞെടുക്കാമായിരുന്നല്ലോ. വേറെ ഏതെങ്കിലും ഒരു മാസം തെരഞ്ഞെടുക്കായിരുന്നല്ലോ. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെ പറ്റിയിട്ട് അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നാണ് റസൂലുള്ളാഹി ജനിച്ചത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല പണ്ഡിതന്മാരും വ്യത്യസ്ത രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് റബീഉൽ അവ്വൽ എന്ന് തന്നെ അല്ല. റബീഉൽ അവ്വൽ അല്ലാത്ത ദിവസങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ബർസഞ്ചി മൗലിദ് നമ്മൾ നോക്കൂ. ആ ബർസഞ്ചി മൗലിദിൽ തന്നെ എഴുതി വെച്ചു എന്ത്? വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി, ഏത് വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വർഷം ഏതാണെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ ശഹരിഹ,
ഏത് മാസമാണ് ജനിച്ചത് എന്നത് അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ യൗമിഹ, ഏത് ദിവസമാണ് ജനിച്ചത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അലാ അഖ്വാലിൻ ലിൽ ഉലമാഇ മർവിയ, പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള പിന്നെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള അഖ്വാലുകളിൽ, അഭിപ്രായങ്ങളിൽ വർഷത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, മാസത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, ദിവസത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതിൽ ജനിച്ചതിൽ, ഏത് മാസം ജനിച്ച്, റജബാണെന്ന അഭിപ്രായമുണ്ട്, റമളാനാണെന്ന അഭിപ്രായമുണ്ട്, അതുപോലെ തന്നെ റബീഉൽ അവ്വലാണെന്ന അഭിപ്രായമുണ്ട്. ഏത് ദിവസം മരിച്ചത്, വഫാത്തായത് ഏത് ദിവസം, ഉറപ്പാണ് റബീഉൽ അവ്വൽ. ജനിച്ചതോ റബീഉൽ അവ്വൽ ആകാം, റജബാകാം, റമളാനാകാം. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ധാരണയില്ല ഏത് ദിവസമാണ് മരിച്ചത്. റബീഉൽ അവ്വൽ 12 ജുംഹൂർ, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും രേഖപ്പെടുത്തി. ഏത് മാസമാണ് മരിച്ചത്, റബീഉൽ അവ്വൽ ഇജ്മാഅൻ, എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചു. ഒരു അല്പം സ്നേഹം ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദിവസം തെരഞ്ഞെടുക്കണമായിരുന്നു. ഇതൊരു ബിദ്അത്താണ്, ഇതിനോട് യോജിപ്പില്ല. എങ്കിലും ഇത് റജബിലേക്ക് കൊണ്ടുപോകായിരുന്നില്ലേ, വേറെ ഏതെങ്കിലും മാസത്തിലേക്ക് കൊണ്ടുപോകായിരുന്നില്ലേ? എങ്കിൽ ഇതിൽ നിന്നെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ കരയണ്ട. ഒരു മാസം നിങ്ങൾ ചിരിച്ചു നടന്നു, നിങ്ങൾ വേദനയോടെ പ്രവാചകനെ ഓർക്കേണ്ട മാസം നിങ്ങൾ ദഫ്മുട്ടി പാട്ടുപാടി നടന്നു. ആ ഒരു ഗതികേടുന്നെങ്കിൽ ഈ ഉമ്മത്തിന് രക്ഷപ്പെടായിരുന്നു. ആലോചിക്കും, ഇപ്പൊ മിമ്പറിൽ നിന്ന് കേൾക്കുക, യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, നമ്മളോടൊപ്പം അവിടെയും കേൾക്കുന്നു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നഹു ലൈസ അഹദുൻ അക്രമു അലല്ലാഹി മിൻ നബിയിഹി വലാ അശ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിയിഹി വസഫിയിഹി. ജനങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. നിങ്ങളിൽ ആരും തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രതയുള്ളവരോ ഔന്നത്യമുള്ളവരോ ഇല്ല. وإنه لم يؤخر عند القضاء مدته ولم يعمر عند الخضور منيته. ആ നബിക്ക് പോലും അവധിയെത്തിയപ്പോ, മരണമാസന്നമായപ്പോ ആ പ്രവാചകന് പോലും അല്ലാഹു സമയം നീട്ടിക്കൊടുത്തില്ല. വലഖദ് ആതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിൻ റുസുലി റബ്ബിഹിൽ കിറാം അൽ മുവക്കലീന ബിഖബ്ളി നുഫൂസിൽ അനാം. അതേ സമയമായപ്പോൾ നിങ്ങളുടെ ഈ മാസം, ഇബ്നു നബാത്തുൽ മിസ്രി നുബാത്തി ഖുത്ബയിൽ 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം മിമ്പറിൽ നിന്ന് പറയുകയാണ്, വലഖദ് ആതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ, ഈ മാസമാണ് റബീഉൽ അവ്വലിലെ ഈ മാസമാണ് എന്ത്, മിൻ റുസുലി റബ്ബിഹിൽ കിറാം, അള്ളാഹുവിന്റെ മാന്യന്മാരായ ദൂതന്മാർ, മരണത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തെ സമീപിച്ചത് അൽ മുവക്കലീന ബിഖബ്ളി നുഫൂസിൽ അനാം, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ വന്നത് ഈ മാസമാണ്, റബീഉൽ അവ്വലിലാണ്. ഫജദ്ദു ബിറൂഹിഹി സഖിയ ലിയുനഖിലുഹാ വആലജൂഹാ ലിയുറഹിലൂഹാ ഇലാ റഹ്മത്തിൻ വരിദ്വാനിൻ വഖൈറാത്തിൻ ഹിസാനിൻ. അതെ, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, നന്മകളിലേക്ക് റസൂലുള്ളാഹിന്റെ റൂഹിനെ മടക്കിക്കൊണ്ടുപോകാൻ ആ മലായികത്തുകൾ, മരണത്തിന്റെ മലക്കുകൾ അവരിതാ കഷ്ടപ്പെടുകയാണ്, അവർ അത്യധികം പരിശ്രമിക്കുകയാണ്. ആ മരണത്തിന്റെ വേദന റസൂലുള്ളാഹി അനുഭവിക്കുകയാണ്. വഅനീനുഹു വതറാദഫ ഖലഖഹു വഹനീനുഹു വഖ്തലഫ ബിൽ അൽബസാത് വൽ ഇൻഖിബാൽ ശിമാലുഹു വയമീനുഹു വഅരിക ലിഹൗലി മസ്റഇഹി ജബീനുഹു. അതേ, റസൂലുള്ളാഹി വേദന കൊണ്ട് പുളയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം മരണത്തിന്റെ വേദന കൊണ്ട് വിയർത്തൊലിക്കുകയാണ്. അവിടത്തെ ഇടം ഭാഗവും വലം ഭാഗവും വീർത്തും ചുരുങ്ങിയും കൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ ശബ്ദം കനച്ചു വരുന്നു, പ്രവാചകന്റെ ശബ്ദം നേരിയതായിട്ട് മാറുന്നു. ഫബകാ ലിമൻദിരിഹി മൻ അബ്സറ വൻതഹബ്ബ ലിമസ്റഇഹി മിൻ ഹളരിഹി. പ്രവാചകന്റെ ചുറ്റുമിരുന്ന ആളുകൾ കരയുകയാണ്. നബിയുടെ വഫാത്തിന് സാക്ഷ്യം വഹിച്ചവർ
പൊട്ടിക്കരയുകയാണ്. ഫലം യദ്ഫഇൽ ജസ്ഉ അൻഹു മഖ്ദൂറ. അതേ വെപ്രാളത്തിന് വിധിയെടുക്കാൻ സാധിച്ചിട്ടില്ല. വലാ റഖബൽ മലക്കു ഫീഹി അഹ്ലൻ വലാ അശീറ. മലക്ക് ഒരിക്കലും റസൂലുള്ളാഹിയുടെ ഭാര്യമാരെയോ റസൂലുള്ളാഹിയുടെ കുടുംബക്കാരെയോ പരിഗണിച്ചിട്ട് ആ റൂഹിനെ വിട്ടുകൊടുത്തില്ല. ബലിൻ തല മാ കാന ബി മഅമൂറ വത്തബഅ മാ വജദഹു ഫീ റൂഹിൽ മസ്തൂറ. റസൂലുള്ളാഹിന്റെ റൂഹിനെ അവർ പിടിച്ചു, ആ ലൗഹിൽ എഴുതപ്പെട്ടത് അവർ പ്രവർത്തിച്ചു എന്ന് ഖുത്ബയിൽ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഫിറാഖ്. വേദന കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഫിറാഖ് വേർപാട് പ്രഖ്യാപിക്കുകയാണ്. യാ അബാ. ആ സമയത്ത് ഫാത്തിമ ബീബി വിളിക്കുകയാണ്, അല്ലയോ വാപ്പാ. ഫഅജാബഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ وقد ودعها بضمها إليه لا كرب على أبيه بعد اليوم. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവി വിളിക്കാണ് റസൂലുള്ളാഹിനെ. യാ ബാ, എന്റെ വാപ്പാ. റസൂലുള്ളാഹി ചേർത്ത് പിടിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലാ കർബ അലാ അബീക ബഅദൽ യൗം. ഈ ദിവസത്തിന് ശേഷം നിന്റെ വാപ്പാക്ക് വേദനയില്ല. വഖദ് ആമന മിൻ ഖൗഫി മിൻ ലാ തഖുദു സിന വലാ യൗം. അല്ലാഹു എനിക്ക് നിർഭയത്വം നൽകിയിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് റബീഉൽ അവ്വൽ 12 ഖുത്ബയിൽ കേൾക്കാണ് ഇന്നത്തെ ദിവസം. എന്നിട്ട് പുറത്തു വന്നിരുന്നിട്ട് സഹോദരങ്ങളെ, ആഘോഷം സംഘടിപ്പിക്കുന്ന ആളുകൾ എത്ര ഗൗരവത്തോടെ ഈ ആഘോഷത്തെ നമ്മൾ കാണണം. എത്ര ഗൗരവത്തോടെ കാണണം. ഇത് കേവലൊരു ബിദ്അത്തല്ല, കേവലൊരു ബിദ്അത്തിന്റെ പ്രശ്നമല്ല ഇതിനുള്ളത്. മറിച്ച് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ട സ്നേഹത്തിന്റെ ഭാഗമാണ് ഇതിനെ എതിർക്കുക എന്നുള്ളത്. അവിടുത്തെ വഫാത്തിന്റെ ദിവസത്തെ ജന്മദിനമായി കൊണ്ട് നടക്കാൻ ഏതോ യഹൂദന്മാർ പറഞ്ഞുകൊടുത്ത ചരിത്രത്തെ എടുത്തു വെച്ച് ആഘോഷത്തിന്റെ ദിവസമാക്കി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. തീർച്ചയായിട്ടും നബിയെ, താങ്കൾ മരിക്കും, അവരും മരിക്കും. നബാത്തി ഖുത്ബ ഇങ്ങനെ അവസാനിക്കുന്നത്. ഇന്നത്തെ നുബാത്തി ഖുത്ബ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിനെ അനുസ്മരിച്ച് വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ടാണ് ഇന്നത്തെ നുബാത്തി ഖുത്ബ വെള്ളിയാഴ്ച പള്ളി മിമ്പറുകളിൽ അവസാനിച്ചത്. നമ്മൾ ആലോചിക്കുക, ഇതിനെ നിസ്സാരപ്പെടുത്താനോ? എന്തിനാണ് നമ്മൾ ഇതിനെതിരെ പറയുന്നത്? എത്ര കാലമായി പറയുന്നത്? എന്തിനാണ് ഇത് തുടരുന്നത്? സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഈ പ്രവർത്തനങ്ങൾ എന്തിനാണ് തുടരുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഇത് ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ ഈ മാസത്തെയും ഈ ദിവസത്തെയും തെരഞ്ഞെടുത്തത് നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് എത്രത്തോളം മഹബ്ബത്തുണ്ട് എന്ന് അല്ലാഹു ചോദിച്ചേക്കാം. സഹാബത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ അതുകൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി വഫാത്താകുന്നതിനെ പറ്റി സഹാബത്തിന്റെ അഭിപ്രായം എന്താ? ഇമാം തുർമുദി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ചു, ലമ്മാ കാന അൽ-യൗം അല്ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ-മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്ന സമയം, മദീനത്തേക്ക് വന്ന ദിവസം, അളാഅ മിൻഹാ കുല്ല ശൈഇൻ, എല്ലാം പ്രകാശപൂരിതമായിരുന്നു. ഫലമ്മാ കാനൽ യൗമു അല്ലദീ മാത ഫീഹി അദ്ലമു മിൻഹാ കുല്ല ശൈഇൻ, അവിടുന്ന് വഫാത്തായ ദിവസം അഥവാ റബീഉൽ അവ്വലിൽ എല്ലാം മദീനയിലെ സഹാബികൾക്ക് ഇരുണ്ടതായി മാറി. വമാ നഖദ്നാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ യദി വഇന്നാ ലഫീ ദഫ്നിഹി ഹത്താ അൻകർനാ ഖുലൂബനാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ മറമാടിയിട്ട് ഞങ്ങളുടെ കൈകൾ ഞങ്ങൾ കൂട്ടിക്കൊട്ടിയില്ല, മണ്ണുകൾ കളയാൻ വേണ്ടി കൈകൾ ഞങ്ങൾ കൂട്ടി തട്ടിയിട്ടില്ല. എപ്പോൾ അള്ളാന്റെ റസൂല് പോയപ്പോ ഞങ്ങളുടെ ഹൃദയം മറ്റൊരു അപരിചിതമായ ലോകത്തേക്ക് പ്രവേശിക്കുന്ന പോലെ അനുഭവപ്പെട്ടിട്ടല്ലാതെ ഞങ്ങളുടെ കൈകൾ ഞങ്ങൾ കൂട്ടിക്കൊട്ടി പോലുമില്ല. അത്രത്തോളം ഞങ്ങൾ വേറൊരു ലോകത്തേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ജീവിച്ച ദിവസങ്ങൾ ഇന്നലകളിലെ ഓർമ്മയായി. റസൂലിന്റെ വഫാത്തിന് ശേഷം നേരെ ചൊവ്വ ചിരിക്കാൻ പറ്റാത്ത, നേരെ ചൊവ്വ സന്തോഷിക്കാൻ പറ്റാത്ത, നേരെ ചൊവ്വ കുടുംബജീവിതം നയിക്കാൻ പറ്റാത്ത വേദനയിലായി പോയി ഞങ്ങളെന്ന് സഹാബത്ത് പറയുന്നു. ആ റബീഉൽ അവ്വലിന് ഏത് സഹാബിയാണ് അന്ന് ആഘോഷം സംഘടിപ്പിക്കുക? ആലോചിച്ചു നോക്കൂ. അന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുക, അന്ന് റാലികളും ദഫ്മുട്ടുകളും ഒപ്പനപ്പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും അന്ന് കോൽക്കളികളും അന്ന് ആഘോഷങ്ങളും മധുരപലഹാരം വിതരണം ചെയ്യലൊക്കെ അന്ന് ഏത് സഹാബിക്കാ ചെയ്യാൻ കഴിയുക? നമ്മൾ ആലോചിക്കണ്ടേ? അന്ന് ഏത് സഹാബിക്കാണ് അത് ചെയ്യാൻ കഴിയുക? ഒരു സഹാബിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ റബീഉൽ അവ്വൽ എന്നുള്ളത് ഒരു ഫളായിൽ ശറഫാക്കപ്പെട്ട മാസമായിട്ട് പോലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ഈ റബീഉൽ അവ്വൽ ആഘോഷിക്കുന്ന ആളുകൾ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടില്ലേ? സമസ്തയുടെ പരിഭാഷകൾ കാണാം. അതല്ലെങ്കിൽ ആഘോഷിക്കുന്ന മറ്റു വിഭാഗങ്ങൾ ആരൊക്കെയുണ്ടോ അവരുടെ ഹദീസ് പരിഭാഷകൾ കാണാം. ബുഖാരി ചെയ്തിട്ടുണ്ടവര്, മുസ്ലിം ചെയ്തിട്ടുണ്ടവര്, ഇമാം നബവിയുടെ 40 ഹദീസുകൾ ചെയ്തിട്ടുണ്ട്, റിയാദുസ് സ്വാലിഹീൻ ചെയ്തിട്ടുണ്ട് ഇമാം നബവിയുടെ. അതുപോലെ തന്നെ മുത്തഫഖുൻ അലൈഹി എന്ന ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ ഉണ്ട്. അതുപോലെ തന്നെ ഇമാം ഗസാലിയുടെ ഗ്രന്ഥങ്ങളുണ്ട്, ഇമാം മുഹീദ്ദീൻ ഷേഖിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ പലതും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കോ, കിതാബുൽ ഹജ്ജ് അല്ലെങ്കിൽ ബാബു ഫളാഇൽ യൗമുൽ ജുമുഅ ഇങ്ങനൊക്കെ ഹെഡിങ് കാണാം, ഇൻഡെക്സ് കാണാം, ഹെഡിങ്ങുകൾ കാണാം, ഉള്ളടക്കം കാണാം. എന്ത്? ബാബു ഫളാഇൽ യൗമുൽ ജുമുഅ, ജുമുഅയുടെ ഫളാഇൽ, അതിന്റെ ശ്രേഷ്ഠത. അല്ലെങ്കിലോ ബാബു ഫളാഇൽ ദിക്റിന്റെ ശ്രേഷ്ഠത. അല്ലെങ്കിൽ ബാബു ഫളാഇൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ശ്രേഷ്ഠത. ബാബു ഫളാഇൽ മജ്ലിസുൽ ഇൽമിന്റെ മജ്ലിസിന്റെ ശ്രേഷ്ഠത. ഇങ്ങനെ ഫളാഇൽ പറയുന്ന ഒരുപാട്, ശ്രേഷ്ഠത പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണാം. അവിടെ എവിടെയെങ്കിലും ബാബു ഫളാഇലുൽ റബീഉൽ അവ്വൽ കണ്ടിട്ടുണ്ടോ? കാണൂല. അങ്ങനെ ഒരു മാസം സഹിക്കാൻ പറ്റില്ല സഹാബിക്ക്. അങ്ങനത്തെ ഒരു മാസം, ഞങ്ങളുടെ ജീവിതത്തെ ഇരുണ്ടതാക്കിയ മാസം, ഞങ്ങളുടെ ജീവിതത്തെ അദുലമാക്കിയ, ഏറ്റവും കൂരിട്ട് നിറഞ്ഞതാക്കിയ മാസം, ഞങ്ങളുടെ റസൂലുള്ളയെ തിരിച്ചു കൊണ്ടുപോയ മാസം. ആ മാസം ഞങ്ങൾ ആഘോഷിക്കില്ല. ആ മാസം ഞങ്ങൾ പ്രത്യേകിച്ച് ആനന്ദം നടത്തില്ല. അത് നടത്താത്തത് കൊണ്ടാ കാണാത്തത്. അല്ലെങ്കിൽ കാണായിരുന്നു. റബീഉൽ അവ്വലിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയ പിന്നെ ആഘോഷത്തിന്റെ സമ്മാനങ്ങളെ പറ്റി ഹദീസ് ഗ്രന്ഥങ്ങൾ സംസാരിക്കായിരുന്നു. മറിച്ച് ഹദീസ് ഗ്രന്ഥം സംസാരിച്ചത് എന്താ? വശഹിദ്ഹു യൗമ മാത, അദ്ദേഹം മരിച്ച ദിവസം, റസൂലുള്ള വഫാത്തായ ദിവസം, വമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ, ആ ദിവസത്തെക്കാൾ കഠിനമായ മോശപ്പെട്ട ഒരു ദിവസം വേറെ ഞാൻ കണ്ടിട്ടില്ല. വലാ അളമു മിൻ യൗമി മാത ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ആ ദിവസം ഉണ്ടല്ലോ, അതിനേക്കാൾ ഇരുട്ടുകുത്തിയ ഒരു മാസം, ഒരു ദിവസം, ഒരു നിമിഷം എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് സഹാബികൾ പറയുന്നത്. അവരന്ന് ആഘോഷിച്ചിട്ടുമില്ല. നമ്മളാണ് ആഘോഷിച്ചത്. ആര് പറഞ്ഞു തന്നതനുസരിച്ച്? റസൂലുള്ള വഫാത്തായ മാസം നീ തെരഞ്ഞെടുക്ക്, റസൂലുള്ള വഫാത്തായ ദിവസം നീ തെരഞ്ഞെടുക്ക്. എന്നിട്ട് ആ ദിവസം നിന്റെ ജീവിതത്തിലെ ഏറ്റവും ആഘോഷ തിമിർപ്പിന്റെ ദിവസമാക്കി നീ മാറ്റി എന്ന് പിന്നെ ആരായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവുക? സഹാബികൾ പറഞ്ഞിട്ടില്ല, ഹദീസ് ഗ്രന്ഥത്തിലില്ല, ഒരു ഇമാമിന്റെ ഗ്രന്ഥത്തിലില്ല. പിന്നെ ആരായിരിക്കും അത് പറഞ്ഞു തന്നിട്ടുണ്ടാവുക? നിങ്ങൾ സ്വയം ആലോചിക്കൂ. അത് പറഞ്ഞു തന്നിട്ടുണ്ടാവുക ആരായിരിക്കും?
ഈ ഉമ്മത്തിനോട് സ്നേഹമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാൻ അവിടുത്തെ ജന്മദിനത്തെ തെരഞ്ഞെടുത്തിട്ട് ഈ ഉമ്മത്തിനെ കൊണ്ട് ആഘോഷ ദിവസമാക്കിയതിന്റെ പിന്നിൽ ആരായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം അക്രമങ്ങളിൽ നിന്ന്, ഇത്തരം നന്ദി കെട്ട ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ഈ ദിവസം റബീഉൽ അവ്വൽ 12 ഖുത്തുബകളിൽ, നബാത്തി ഖുത്തുബയിൽ ഇബ്നു നബാത്തുൽ മിസ്രി എഴുതിയ വാക്കുകളാണ് ഞാൻ ഏതാനും വാചകങ്ങൾ ഉദ്ധരിച്ചത്. ആ വാക്കുകൾ പൂർണ്ണമായി വായിക്കാൻ നമുക്ക് സാധിക്കൂല. അത്രക്കും റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ നിമിഷങ്ങൾ നബാത്തി ഖുത്തുബയിൽ ഇബ്നു നബാത്തുൽ മിസ്രി അദ്ദേഹം രേഖപ്പെടുത്തി. അദ്ദേഹം ഖുത്തുബ പറയുമ്പോൾ ആ വാചകങ്ങൾ വായിച്ച് കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഖുത്തുബകൾ വായിച്ചവരൊക്കെ കരഞ്ഞിട്ടുണ്ട്. കാരണം ആ വാക്കുകൾ അത്രക്കും തീവ്രമാണ്, തീക്ഷ്ണമാണ്. ആ വാക്കുകൾ റസൂലുള്ളാഹിന്റെ അന്ത്യനിമിഷങ്ങൾ കുറിച്ചത്. റബീഉൽ അവ്വൽ 1-ാമത്തെ വെള്ളിയാഴ്ചയും റബീഉൽ അവ്വൽ 2-ാമത്തെ വെള്ളിയാഴ്ചയും അദ്ദേഹം നടത്തിയ ഖുത്തുബകളാണ്. ഇനിയുണ്ട്, വായിക്കാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ആ ഖുത്തുബ മിമ്പറിൽ നിന്ന് ഒരു വികാരവുമില്ലാതെ വായിച്ചിട്ട്, ഒരു തുള്ളി കണ്ണുനീര് വരാതെ ആ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആളുകളെയും അണികളെയും കൂട്ടിയിട്ട് ഘോഷയാത്ര സംഘടിപ്പിക്കുന്ന പണ്ഡിതന്മാർ എന്ത് മാനസികാവസ്ഥയിലായിരിക്കും? എത്ര വർഷങ്ങളായി അവരിത് വായിക്കാൻ തുടങ്ങിയിട്ട്. അവർക്കതിൻ്റെ അർത്ഥമറിയാം. ഓതുന്ന ഓരോ വാക്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്, അവിടുത്തെ വേദനയാണ്, അവിടെ നിന്ന് അനുഭവിച്ച പ്രയാസമാണ്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വായിക്കുന്നത് എന്ന് അറിയാഞ്ഞിട്ടല്ല അവർക്ക്. പക്ഷെ അവർക്ക് കരയാൻ കഴിയില്ല. അവരുടെ മനസ്സിൽ ഈ ദിവസം ഫെസ്റ്റിവലിന്റെ ദിവസമാണ്, ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ കരഞ്ഞാൻ പറ്റില്ല. ആരെങ്കിലും ചോദിക്കും, എന്താണ് ഉസ്താദ് കരഞ്ഞത്? അത് ഇന്നത്തെ ഖുത്തുബ റസൂലുള്ളാഹിന്റെ വഫാത്തിനെ പറ്റിയിട്ട്. റബീഉൽ അവ്വലിലോ വഫാത്ത്? അതെ, ശരിക്കും എന്നാണ് റസൂലുള്ള വഫാത്തായത്? അപ്പൊ അവിടുന്ന് ജനിച്ചതോ എന്നാണെന്ന് അറിയില്ല. മരിച്ചതോ റബീഉൽ അവ്വൽ 12 ഉറപ്പാണ്. എങ്കിൽ നമ്മളെങ്ങനെ ആഘോഷിക്കും എന്ന് സാധാരണക്കാരൻ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഖുത്തുബ റബീൽ ഇങ്ങനെ വായിക്കും. അറബി അറിയാത്ത മനുഷ്യന്മാരതിങ്ങനെ കേട്ടിരിക്കും. അവരങ്ങനെ പിരിഞ്ഞു പോകും. എന്നിട്ട് ഉസ്താദും ജനങ്ങളും ചേർന്ന് റാലികളും ആഘോഷങ്ങളും ഓരോ വർഷവും എങ്ങനെയാണ് വ്യത്യസ്ത രൂപത്തിൽ ആഘോഷങ്ങൾ ഉണ്ടാക്കുക എന്നതിനെ പറ്റി ഗവേഷണം നടക്കുക. വിളംബര റാലിയാണ് ഇപ്രാവശ്യത്തെ പുതിയ ഗവേഷണം. റാലിക്ക് മുമ്പ് ഒരു വിളംബര റാലി, റാലിക്ക് മുമ്പ് തന്നെ ഒരു വിളംബര റാലി കണ്ടിട്ട് വഹാബികൾ കോരി ഞെട്ടിപ്പോയി. വഹാബികൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വഹാബികൾക്ക് സഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? വഹാബികൾക്ക് സഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? ഈ മോശപ്പെട്ട പ്രവണത ഒരു നേതാവിനോടും അനുചരന്മാർ കാട്ടിയിട്ടില്ല. അതാ പറഞ്ഞത്, എത്ര ഈ നേതാക്കന്മാർ മരിച്ചു. ഏതെങ്കിലും ഒരു അന്നി അദ്ദേഹം വഫാത്തായ ദിവസം തന്നെ, മരിച്ച ദിവസം തന്നെ നോക്കിയിട്ട് നമുക്കിന്ന് ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് വിചാരിച്ചു? ഒരു അണി നടന്നിട്ടില്ല. നടന്നത് വിളംബര റാലിക്കാരാണ്. അത് കാണുമ്പോൾ വഹാബികൾ എന്നല്ല, എല്ലാവരും, ആ ദിവസത്തെ പറ്റി അറിയുന്ന എല്ലാവരും അവരുടെ നെഞ്ച് തകർന്നു പോകും. ഇബ്നു ഹജർ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ നെഞ്ച് തകർന്നു പോകും. ഇബ്നു കസീറിനെ പറഞ്ഞില്ലേ, നെഞ്ച് തകർന്നു പോകും. നിങ്ങളെ ഇമാമിയങ്ങളിൽ തന്നെ നെഞ്ച് തകർന്നു പോകും. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഇവരുടെ ഇമാമുകൾ വരെ എന്ത് പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതിനോട് സഹകരിക്കാത്ത, മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ നമുക്കുണ്ടാക്കണം. ഇത് നന്ദിയാണ്, റസൂലുള്ളാഹിയോടുള്ള നന്ദി, റസൂലുള്ളാഹിയോടുള്ള സ്നേഹം. അവിടുത്തെ വഫാത്തിന്റെ ദിവസം
തെരുവോരങ്ങളിൽ കൈകൊട്ടിപ്പാടാനുള്ള ദിവസമാക്കി മാറ്റാൻ സമ്മതിക്കൂല എന്ന ഹുബ്ബുർ റസൂലിന്റെ ഭാഗമായിരിക്കരുത്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ അന്വേഷിച്ചിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ഖുത്ബകൾക്ക് മുമ്പ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഖുർആൻ ക്ലാസ്സിനെ പറ്റിയിട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഇപ്രാവശ്യം നമ്മളത് ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങാണ്. ആദ്യമായി സ്ത്രീകൾക്ക് തുടങ്ങി, പിന്നെ മറ്റുള്ള രൂപത്തിലേക്ക് അത് വിപുലപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ആദ്യം ആരംഭിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ആ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾ അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അതിലവരുടെ പേരും ഫോൺ നമ്പറും എഴുതുക. അവിടെയുള്ള സ്ത്രീകളിൽ നിന്ന് ആരെങ്കിലും അതിന് നേതൃത്വം നൽകുകയും ചെയ്യാം. നേതൃത്വം നൽകുക എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ത്രീകളോട്, ജുമാ കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളോട് നിങ്ങൾ ചേരുന്നില്ലേ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവരുടെ പേരുകൾ ചേർത്താൽ. ഈ ഖുർആൻ പഠിക്കാതിരുന്നാൽ, ഖുർആൻ മനസ്സിലാക്കാതിരുന്നാൽ ഇതുപോലത്തെ പല ഗതികേടും നമ്മൾ ചെയ്യേണ്ടി വരും. ഖുർആൻ്റെ ആയത്ത് ചോദിയിട്ടാ പുരോഹിതന്മാർ നബിദിനത്തിനാളെ കൂട്ടുന്നത്. എന്താ ആയത്ത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ആയത്തോതാ, ആ അനുഗ്രഹം ഏതാ? റസൂലുള്ളയാണ്. അതുകൊണ്ട് റസൂലുള്ളാന്റെ ജന്മദിനത്തിന് സന്തോഷിക്കുവിൻ എന്ന് അവരെ വക വ്യാഖ്യാനം. ആയത്ത് ഖുർആനെ പറ്റിയിട്ടാണ്. ഇനി ഖുർആനല്ല റസൂലുള്ളാഹിനെ പറ്റിയിട്ട് ആയാൽ പോലും എന്താ പ്രശ്നം? അള്ളാന്റെ അനുഗ്രഹമാണ് ഖുർആൻ, അതുപോലെ തന്നെ റസൂലുള്ളാഹി. അതിൽ സന്തോഷിക്കണം. സന്തോഷിക്കാൻ എന്താ ചെയ്യേണ്ടത്? നോമ്പെടുക്കലാണ്. ഇസ്ലാമിലെ സന്തോഷം നോമ്പെടുക്കല. ഇവർ ചെയ്യുന്നതോ സന്തോഷം എന്താ? അടുത്ത ഖുത്ബകളിൽ സൂചിപ്പിക്കുക. ഇതൊക്കെ ആയത്ത് പഠിക്കാത്ത മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ നടക്കുന്നതാ. ഖുർആൻ ക്ലാസ് ഇല്ലാത്ത മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ നടക്കുന്നതാ. അതുകൊണ്ടാണ് ഖുർആൻ ക്ലാസ്സുകൾക്ക് നമ്മൾ നിർബന്ധമായും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള സ്ത്രീകൾ പറ്റുന്ന എല്ലാവരും ആ ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കാൻ അവരുടെ സമ്മതം അറിയിക്കുകയും അവരുടെ മൊബൈൽ നമ്പറുകളും അതുപോലെ തന്നെ അവരുടെ പേരുകളും അവിടെ രേഖപ്പെടുത്തുക. എന്നിട്ട് അവരെ വിളിച്ചു കൂട്ടും. അവരോട് സംസാരിച്ച് എല്ലാവർക്കും, ഭൂരിപക്ഷം ആളുകൾക്കും അനുയോജ്യമായൊരു സമയം നോക്കിയിട്ട് മികച്ച ഒരു ഖുർആൻ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി നടത്തും. അതിനുവേണ്ടി അവിടെയുള്ള സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കണം, അതിന് നേതൃത്വം കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ ഒരു സഹോദരി, അവരുടെ വലിയൊരു രോഗം ബാധിച്ച്, ഗുരുതരമായ മാരകമായ ഒരു വലിയ രോഗം അവരെ ബാധിക്കുകയും അത് വലിയ പ്രയാസങ്ങൾ വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ നിർണായകമായ ചില ട്രീറ്റ്മെൻറ്റുകളിലേക്ക് അവർ കടക്കുകയാണ്. ഒരു പക്ഷേ അവർ ജീവിച്ചിരിക്കാനോ മരണപ്പെട്ടു പോകാനോ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വലിയ അസുഖമാണ്. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ അള്ളാഹു അത് എങ്ങനെയാണോ അതിനെ റിസൾട്ട് നൽകുന്നത് അതനുസരിച്ചാണ് അവരുടെ ജീവിതം നിലനിൽക്കുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അവരുടെ സഹോദരി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് സമ്പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം എളുപ്പം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബാക്കി എല്ലാ നഷ്ടങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ചുറ്റുമുള്ളവരുടെ ബന്ധുക്കൾ, വേദനിക്കുന്നവർ, അവർക്കെല്ലാം അള്ളാഹു ആശ്വാസത്തിൻ്റെ ദിവസങ്ങളാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ എടുക്കുന്ന ഓരോ ട്രീറ്റ്മെൻറ്റിനും അള്ളാഹു അതിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൂടെ അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയെല്ലാം അള്ളാഹു അത്തരം മാരക രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഇത്തരം തെറ്റുകുറ്റങ്ങളും എല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും, മഹാപാപങ്ങളും ചെറിയ പാപങ്ങളും എല്ലാം ഒന്നൊഴിയാതെ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين.